മോളെ അനു, വീടിന്റെ കാര്യമായതുകൊണ്ട് ഞാൻ തന്നെ പോകേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനൊരു അവസ്ഥയായി പോയതുകൊണ്ടാ. അതിന് അച്ഛൻ പോയിട്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? സരോജിനി ആന്റി വിളിച്ചു പറഞ്ഞ ജോലികളൊക്കെ പണിക്കാരെ വെച്ച് തന്നെ ചെയ്യേണ്ടതല്ലേ? എന്നാലും നമ്മളടുത്തുനിന്ന് ചെയ്യിക്കുമ്പോ അതിന്റെ ഗുണമുണ്ടാവും. പിന്നെ ഇന്ന് തന്നെ അത് ചെയ്യിക്കാൻ വേണം. അല്ലെങ്കിൽ മഴ പെയ്താ വീണ്ടും അടുക്കളയിൽ വെള്ളം കയറുകയും ചെയ്യും. രഘു അമ്പിളിയും തന്നെ പോട്ടെ. കുഞ്ഞുങ്ങളെ പഞ്ചരത്നത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ചീരു പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ രഘുവേട്ടനും അമ്പിളി ചേച്ചിയും അവരെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ, അല്ലേ അച്ഛാ? അതെ അതെ, എന്തായാലും അവരങ്ങോട്ടേക്ക് പോകുന്ന സ്ഥിതിക്ക് മക്കളെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോട്ടെ. ചീരു അങ്ങനെ പറയുമ്പോ നമ്മളത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതെ, അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. അവളൊന്ന് നോർമലായിട്ട് ചോദിക്കാന്ന് വിചാരിച്ചിരിക്കുക. അച്ഛാ, വിനയനാണല്ലോ. ആള് നല്ല സന്തോഷത്തിലാണ്. വാ വിനയ, കേറിയിരിക്കെ. വാമനെ, ഇങ്ങോട്ടിരിക്കെ. വിനയന് ഞാൻ ചായ എടുക്കട്ടെ? ഞാന് ഇപ്പൊ വീട്ടിൽ നിന്ന് കഴിച്ച ഉടനെ ഇറങ്ങിയതാ. മകളെ, ഇതാ ചോക്ലേറ്റ്. ഇതാ മോനെ ചോക്ലേറ്റ്. ഇതാ ഇഷ്ടായ? മക്കളെ കൂടി പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ വീട്ടിലാകെ ഒരു മൂകത. അമ്മയ്ക്കും മാമനുമാ കൂടുതൽ അത് ഫീൽ ചെയ്തത്. ഞാന് ഹോസ്പിറ്റലിൽ പോകുന്നതിനിടയിൽ അവരെ ഒന്ന് കണ്ടിട്ട് പോകാലോ എന്ന് കരുതി കയറിയതാ. അവര് സുഖമായിട്ടിരിക്കുന്നില്ലേ അനു? പിന്നെന്താ, അവർക്ക് ഒരു കുഴപ്പമില്ല. ലച്ചുമോളും വിച്ചൂട്ടനും അവർക്ക് കൂട്ടായിട്ടുണ്ടല്ലോ. ആർച്ചമോളും ഭദ്രമോളും ജനിച്ചപ്പോ തൊട്ട് ലച്ചുമോൾ എപ്പോഴും അവരുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ.